ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞായറാഴ്ചയായിട്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ? പക്ഷേ ഞാൻ വീട്ടിലല്ല കേട്ടോ, ഞാൻ കടയിലാണ്. അപ്പോൾ ഞാൻ കടയിൽ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ നമ്മുടെ കടേൻ്റെ മുന്നിൽ നിറച്ച് കാട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ അതൊക്കെ പറിച്ച് കളയാമെന്ന്. ഞായറാഴ്ച ആകുമ്പോൾ അധികം ആൾക്കാരുണ്ടാവില്ല. പിന്നെ നമ്മുടെ കടേൻ്റെ മുന്നിൽ നിറച്ച് വണ്ടി പാർക്കിങ് സ്ഥലമാണ്. അപ്പോൾ ഞായറാഴ്ച ജോലിക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് വണ്ടി പാർക്കിങ്ങും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പുല്ലൊക്കെ പറിക്കാൻ നല്ല സൗകര്യമാണ്. അപ്പോൾ ഇന്ന് രാവിലെ പുല്ല് പറിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതുകൊണ്ട് കുറച്ച് നേരത്തെ വന്നതാണ്. അപ്പോൾ വേഗം ആൾക്കാർ വരുന്നതിൻ്റെ മുന്നേ പരിപാടി പുല്ലുപറിയൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ പുല്ല് പറിക്കുക കേട്ടോ. അപ്പം നമുക്കിവിടെ അടുത്തുള്ള കടകളൊന്നും അങ്ങനെ ആരും ഒന്നും തുറന്നിട്ടില്ല. നമ്മുടെ താത്തയുടെ മെസ്സ് മാത്രമേ തുറന്നിട്ടുള്ളൂ. ഞായറാഴ്ച ആയതുകൊണ്ട് ആൾ കുറവായിരിക്കും, അതുകൊണ്ട് കടകൾ ഒക്കെ കുറവാണ്. അപ്പോൾ ഞാൻ മിണ്ടി പറയാനൊന്നും ആരുമില്ല. അപ്പം ഞാൻ സ്വയം തന്നെ നിങ്ങളോടൊക്കെ എന്തെങ്കിലും മിണ്ടി പറയാം. പിന്നെ അത് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. ഞാൻ പുല്ല് പറിയുന്ന കാണിക്കുകയും ചെയ്യാം, നിങ്ങളോട് വർത്താനവും പറയാമെന്ന്. പക്ഷേ ഇങ്ങനെയേ കാണിക്കാൻ പറ്റുന്നുള്ളൂ, നമുക്ക് കൈ പിടിച്ചുകൊണ്ട് പുല്ല് പറിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനതവിടെ ഫോണവിടെ വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയതാണ്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എപ്പോഴും വിചാരിക്കും ഞാൻ പോകുന്ന വീഡിയോ ഇന്നാളും ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതത്ര എനിക്ക് അങ്ങോട്ട് ഇതായില്ല. പിന്നെ ഞാൻ വിചാരിച്ച് പോകുന്നതെല്ലാം ഒന്ന് വീഡിയോ എടുക്കണമെന്ന്. പക്ഷെ അതൊരിക്കലും നടക്കലില്ല കേട്ടോ. ഇന്നലെ പോയപ്പോഴും INR അങ്ങോട്ട് നോർമലായിട്ടുണ്ടായിരുന്നില്ല, INR കൂടി തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ബ്ലഡിന് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ അവർ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം സൂചി കുത്തിയോടുന്ന് അവർക്ക് ബ്ലഡ് കിട്ടിയില്ല. പിന്നെ അവർ വീണ്ടും മാറി വേറൊരു സ്ഥലത്ത് കുത്തി, എന്നിട്ട് അവിടെ മൊത്തം ബ്ലഡ് കോട്ടായി റൗണ്ടിൽ നീല കളർ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ കൈക്ക് നല്ല വേദനയുണ്ട്. അപ്പം ഞാൻ മോള് തറവാട്ടിലേക്കും പോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അമ്മയുടെ ഏടത്തീൻ്റെ അടുത്തേക്ക് പോകാൻ. അങ്ങനെ ഇന്നലെ ഞാൻ എൻ്റെ അമ്മേൻ്റെ ഏടത്തീൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ അവിടെ നിന്നാണേ വന്നേക്കുന്നത്. അപ്പം ഇന്ന് നേരത്തെ വരാൻ പറഞ്ഞാൽ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ആയതുകൊണ്ട് രാവിലത്തെ ചായ അവിടെ നിന്ന് കുടിച്ച് പോന്നു. ഉച്ചയ്ക്ക് പിന്നെ ഇവിടുന്ന് കഞ്ഞി കുടിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് പോന്നു കേട്ടോ. അപ്പോൾ ആണ് എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചി വയ്യാതെ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞ എൻ്റെ വേറൊരു കൂട്ടുകാരി പറഞ്ഞ കേട്ടോ. അപ്പം പുള്ളിക്കാരിനെ ഒന്ന് പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ രാവിലെ ആദ്യം വന്ന പാടെ തന്നെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അയ്യോ കാണേണ്ടിയില്ലായിരുന്നു എന്ന് കേട്ടോ. കാരണം നല്ലൊരു സുന്ദരി ചേച്ചിയായിരുന്നു. ഇപ്പം ആ ചേച്ചീനെ കണ്ട ആ ചേച്ചിയാണെന്ന് പറയുകയില്ല കേട്ടോ. അങ്ങനെ ഒരു കോലമായിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ക്യാൻസർ വന്നിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വയറൊക്കെ ഇങ്ങനെ വീർത്ത് കിടക്കുമ്പോൾ ചേച്ചീൻ്റെ വയറും ഉണ്ട്, ചേച്ചീൻ്റെ മുഖം കാണില്ല നമ്മൾ മുന്നിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ. അത്രയ്ക്കുണ്ട് കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ നമുക്കൊരു ശ്വാസം മുട്ടാണ്. അങ്ങനെ അത് കണ്ട് ഞാൻ പോന്നിട്ട് എനിക്ക് ആകെ വിഷമമായിപ്പോയിട്ടോ. ഞാൻ പുല്ലൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറേ പുല്ല് കിട്ടുന്നില്ല കേട്ടോ. പറിച്ചിട്ട് എന്തോ വലിച്ചിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പറ്റുന്നത്ര ഞാൻ പറിച്ചു. എനിക്ക് ഒന്നാമത് കൈക്ക് വേദനയാണ്, അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നത്ര പറിച്ചു. ഇനി കുറേ പേപ്പർ കഷ്ണം, മുട്ടായി കടലാസുകളാട്ടോ അധികവും. പിള്ളേരിങ്ങനെ ഇതിൽ പോകുമ്പോൾ കഴിച്ചിടുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ കടലാസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അടിച്ച് വരണം. അടിച്ചും കൂടെ വാരിയിട്ട് നമുക്ക് നോക്കാതെ. അടിച്ചൊക്കെ വാരിയപ്പോൾ വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഇതിലെ അങ്ങോട്ട് നമുക്ക് ബാത്റൂമിലേക്കുള്ള വഴിയുണ്ട്, അവിടെയും കൂടെ ഞാൻ അടിച്ചു വാരിയിട്ടു കേട്ടോ. നിറച്ച് പൊടിയും ഇതുമായിരുന്നു. അപ്പോൾ അവിടെയും വൃത്തിയാക്കി. ഇത്രയേ ഉള്ളൂ.